ഞാൻ ആ 16(1) ഉത്തരവിന്റെ ഒരു വരി വായിക്കാം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ കമ്പനികൾ വിളിച്ച ടെൻഡറിൽ എഥനോൾ ഉൽപാദനത്തിന് പരിചയസമ്പന്നരായ സംരംഭകരുടെ ലിസ്റ്റിൽ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതെന്നും ഇതുപോലുള്ള പ്രോജക്റ്റ് ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായി നടത്തി വിജയിച്ച പരിചയസമ്പന്നത, സാങ്കേതിക പ്രാവീണ്യം എന്നിവ കൊണ്ടാണ് ഒയാസിസ് ഗ്രൂപ്പിനെ ഓയിൽ കമ്പനികൾ കേരളത്തിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ആര് പഞ്ചാബ് ഭരിക്കുമ്പോഴാ അവർക്ക് അനുമതി കൊടുത്തത്? കോൺഗ്രസ് പഞ്ചാബ് ഭരിക്കുമ്പോ. അതുപോലെ ഹരിയാനയിൽ അവർക്ക് അനുവാദം കൊടുത്തത് ആര് ഭരിക്കുമ്പോഴാ? കോൺഗ്രസ് ഭരിക്കുമ്പോ. രാജസ്ഥാനിൽ അവർക്ക് അനുവാദം കൊടുത്തത് ആര് ഭരിക്കുമ്പോഴാ? കോൺഗ്രസ് ഭരിക്കുമ്പോ. മധ്യപ്രദേശിൽ അവർക്ക് അനുവാദം കൊടുത്തത് എപ്പോഴാ? കോൺഗ്രസ് ഭരിക്കുമ്പോ. ഉത്തർപ്രദേശിൽ മാത്രമാണ് BJP ഭരിക്കുമ്പോൾ കൊടുത്തത്. 5 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അനുമതി കൊടുക്കാം, ഒയാസിസിനെ എടുത്ത് തലയിൽ വെക്കാം, എല്ലാ അനുവാദവും കൊടുക്കാം. എന്നിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽ എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ തണ്ണീർത്തട നിയമത്തിന്റെ പരിധി ഇവിടെ പ്രാരംഭ അനുമതി മാത്രമാണ്. 3 വർഷത്തിനുള്ളിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകൾ ഹാജരാക്കിയാൽ മാത്രമേ ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ഇത് പ്രാരംഭ അനുമതി. നമുക്കറിയാലോ ഇവിടുത്തെ നിയമപ്രകാരം കൊടുക്കുന്ന പ്രാരംഭ അനുമതി മാത്രമാണ്. ശരി ശരി വേഗം 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 ജിൻഡോ. അല്ല അരുണിന്റെ ശക്തമായ ആർഗ്യുമെന്റ് ആയതുകൊണ്ട് ജിൻഡോ വേഗം ഈ ഒയാസിസ് കമ്പനിക്ക് ഈ ഒയാസിസ് കമ്പനിക്ക് പ്രാഥമിക ലൈസൻസ് കൊടുത്തതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ബോട്ട്ലിംഗ് പ്ലാന്റിന് വേണ്ടിയിട്ടല്ലേ? പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് എത്തനോൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ബോട്ട്ലിംഗ് പ്ലാന്റ് ആണ് അല്ലേ? അവര് മദ്യ കമ്പനിയാണ്. അവർ സംരംഭങ്ങൾ ആരംഭിക്കാൻ അല്ല ഹരിയാനയെ കൊടുക്കാം, പഞ്ചാബിൽ കൊടുക്കാം, നിങ്ങൾക്ക് രാജസ്ഥാനിൽ കൊടുക്കാം, മധ്യപ്രദേശിൽ കൊടുക്കാം. എത്തനോൾ കൊടുക്കാനല്ല ലൈസൻസ്. പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് എത്തനോൾ ബോട്ട്ലിംഗ് പ്ലാന്റ് ആണ് ആദ്യത്തെ യൂണിറ്റ്. കുപ്പിയിലാക്കി മദ്യം വിൽക്കലാണ് ആദ്യത്തെ പരിപാടി. കുപ്പിയിലാക്കി മദ്യം വിൽക്കലാണ് ആദ്യത്തെ പരിപാടി. നിങ്ങൾ കൊടുത്ത പ്രാഥമിക ലൈസൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിടത്തും IMFL-ന് വേണ്ടിയിട്ടല്ല അനുമതി കൊടുത്തിരിക്കുന്നതെന്ന്. അരുൺ അതിന് മറുപടി. എഥനോൾ പ്ലാന്റിനാണ് അനുമതി എന്ന് കള്ളം പറയല്ലേ? അരുൺ എഥനോൾ പ്ലാന്റിനാണ് അനുമതി എന്നാണ് പറയുന്നത്. എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും അല്ല ഞാൻ പറയട്ടെ 3 വർഷത്തിനുള്ളിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഹാജരാക്കിയാൽ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസിംഗ് റൂൾസ്, ബീവറേജ് റൂൾസ്, ഫോറിൻ ലിക്വർ റൂൾസ് ഇതിന് വിധേയമായി മാത്രം നിയമപരമായി മാത്രമേ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ. അത് കേരളത്തിലെ കാര്യം. 4 സംസ്ഥാനങ്ങൾ പറഞ്ഞു, 3 ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. അവിടെ ഒയാസിസ് എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ജിൻഡോയുടെ മറുപടി വന്നു അതിന്. അതെല്ലാം എഥനോൾ പ്ലാന്റിനുള്ള അനുമതിയാണ് എന്ന്. ഇല്ല അല്ലല്ലല്ലല്ല ഈ 5 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിലും ഒയാസിസിന് അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഇത് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ആണ്. ലൈസൻസ് കിട്ടിയ എന്നിട്ട് എന്തുകൊണ്ടാണ് അരുൺ ഡൽഹി മദ്യനയ കേസിൽ ഇതിന്റെ മുതലാളി നിങ്ങൾ ഹരിയാനയിലും പഞ്ചാബിലും കുടിവെള്ള മലിനമാക്കിയത് നിങ്ങൾ എന്തുകൊണ്ടാണ് അറിഞ്ഞില്ല? ലൈസൻസ് കൊടുത്ത കാലത്ത് സംസ്ഥാനം ഭരിച്ച സർക്കാർ ഏത് പാർട്ടിയുടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞു. അവരെല്ലാം നിർമ്മിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു. അവരവിടെ പരിസ്ഥിതി മലിനമാക്കി നിങ്ങൾ അറിഞ്ഞില്ല. അവർ മദ്യനയ കേസിൽ ജയിലിൽ കിടന്നു നിങ്ങൾ അറിഞ്ഞില്ല. അത് നിങ്ങൾ എന്തുകൊണ്ട് അറിയാതെ പോയി? ഭരിച്ച സർക്കാരുകൾ ഏതാണെന്ന് കുടിവെള്ളം മലിനമാക്കിയത് നിങ്ങൾ അറിഞ്ഞോ? അതുകൂടി പറഞ്ഞു.